അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ രണ്ടാം പതിപ്പ് പുരോഗമിക്കുന്നു. രണ്ടാം ദിനത്തിൽ ചർച്ചകളും സംവാദങ്ങളും പുസ്തക പ്രകാശനങ്ങളുമായി വേദികളും സ്റ്റാളുകളും ശതമാനമാണ് ഈ കേരളത്തിലേക്ക് വരുന്നത്. അവരാ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എത്ര ശതമാനം പേരെ കേരളത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നതായിരിക്കില്ലേ കേരളത്തിലേക്ക് ആളെ കൊണ്ടുവരുന്ന ഘടകം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇനിയും ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആർക്കിടെക്ചർ, ഫുഡ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതം എല്ലാം ഉൾപ്പെട്ടതാണ്. എൻ്റെ അതിഥിയെ അത്ഭുതപ്പെടുത്താൻ എന്തുകൂടി ചെയ്യാൻ പറ്റും, എൻ്റെ അതിഥിയെ എക്സൈറ്റഡ് ആക്കാൻ എന്തുകൂടെ ചെയ്യാൻ കഴിയും എന്നായിരിക്കണം ഓരോ അതിഥേനും ചിന്തിക്കേണ്ടത്. ഒരു റബ്ബർ ടാപ്പ് ചെയ്യുന്ന ഒരു വില്ലേജിൽ അവിടുത്തെ ഒരു റബ്ബർ കർഷകൻ്റെ വീട്ടിൽ താമസിച്ച് റബ്ബർ ടാപ്പ് ചെയ്ത് അത് റബ്ബർ ഷീറ്റായി മാറുന്ന പ്രോസസ്സ് പോലും ഒരു ടൂറിസം ആക്ടിവിറ്റി ആണെന്ന് തായ്ലൻഡിലൂടെ സഞ്ചാരത്തിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ടല്ലോ, എന്നാൽ ഒന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് പറയുന്നതല്ല. ഇതിനെ എങ്ങനെ ഒരു ടൂറിസം പ്രോഡക്റ്റായിട്ട് പാക്കേജ് ചെയ്യും എന്നിടത്താണ് നമ്മൾ വിജയിക്കേണ്ടത്. എക്സ്പീരിയൻസ് ടൂറിസം. 80കളിലെ മലയാള സിനിമ എന്ന സെഷനിൽ നിരവധി അതിഥികൾ തങ്ങളുടെ സിനിമാനുഭവങ്ങൾ പങ്കുവച്ചു. കമൽ, ജി സുരേഷ് കുമാർ, മണിയൻപിള്ള രാജു തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി സംസാരിച്ചു. എല്ലാം തുടർച്ചയാണ്. നമുക്കറിയാം, ഇപ്പം മധുസാർ 90 വയസ്സ് ഇപ്പോഴും നിൽക്കുകയാണ്. എത്ര തലമുറകളിലൂടെ കടന്നു വന്നിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ 80കളിലെ മലയാള സിനിമ എന്ന് പറഞ്ഞ് ഒരു 10 വർഷത്തെ ഒരു ദശകത്തിന്റെ സിനിമ എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ കഴിയില്ല. 80കളുടെ സിനിമ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 50കളുടെ സിനിമയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഏറ്റവും വലിയ പരിണാമം എന്നുള്ള സിനിമ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയകൃഷ്ണൻ നരിക്കുറ്റി രചിച്ച നൃത്തശാലയിലെ പ്രണയം എന്ന പുസ്തകം പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. വിശ്വമംഗലം സുന്ദരേശൻ രചിച്ച ചങ്ങമ്പുഴ കവിത വാഴക്കുല, മീനമ്പലം സന്തോഷ് രചിച്ച വേദി തുടങ്ങി 30-ലധികം പുസ്തകങ്ങളും വേദിയിൽ പ്രകാശനം ചെയ്തു.
20ഓളം സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്ന് പുസ്തകോത്സവത്തിൽ സന്ദർശകരായി. സ്പീക്കർ എൻ ഷംസീറുമായും വിദ്യാർത്ഥികൾ സംവദിച്ചു. അക്ഷരവെട്ടമുയർത്തി വരുന്നൊരു പുസ്തക കാലമിതാ, സത്യമതേതര ബന്ധമുറയ്ക്കുമൊരുത്സവ കാലമിതാ. നിയമസഭാങ്കണ വേദികൾ ആശയ വഴികൾ തുറക്കുകയാ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കോട്ടൺ ഹിൽ. അപ്പോൾ ഉഷാറിൽ പഠിക്കണം, നന്നായി വായിക്കണം കേട്ടാ. വായിക്കലുണ്ടാ? വായിക്കും. എങ്ങനെയുണ്ട് നിയമസഭയിൽ? ആദ്യമായിട്ട് കാണുന്ന? അകത്തോട്ട് കയറണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ സഭാംഗമായിട്ടാണോ അല്ല സഭ കാണാനാണോ? സഭാംഗമായിട്ടാ. ഇതിനെങ്കിൽ നന്നായി പഠിക്കണം കേട്ടാ. ഓക്കെ, എന്നാൽ ശരി കേട്ടെ. ഓക്കെ.